കുറച്ച് തേങ്ങ ഇരിപ്പുണ്ടെങ്കിൽ നല്ല അടിപൊളിയായിട്ടുള്ള കോക്കനട്ട് ബിസ്ക്കറ്റ് തയ്യാറാക്കി എടുക്കാം കേട്ടോ. 5 മിനിറ്റോ പോലും വേണ്ട കേട്ടോ അത് നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ. പിന്നെ എണ്ണയോ ഓയിലോ അതും ആവശ്യമില്ല. അപ്പോൾ നമുക്ക് എങ്ങനെ ഉണ്ടാക്കിയെടുക്കാമെന്ന് നോക്കാം. അതിനായിട്ട് ഇതാ പാൻ ചൂടാക്കാനായിട്ട് വെച്ചിട്ടുണ്ട്. ഇതിലോട്ട് നമുക്ക് മീഡിയം സൈസിലുള്ള 2 ശർക്കര ഇട്ട് കൊടുക്കാം. ഇതിലോട്ട് ഇനി നമുക്ക് ഒരു 1/2 കപ്പ് വെള്ളം കൂടെ ഒഴിച്ചിട്ട് നന്നായിട്ട് തന്നെ ഒന്ന് ഉരുക്കിയെടുക്കാം. നമ്മൾ എത്രത്തോളം തേങ്ങ എടുക്കുന്നുണ്ട് വെച്ചെങ്കിൽ അതിനനുസരിച്ചാട്ടോ ശർക്കര എടുക്കേണ്ടത്. അപ്പോൾ നമ്മൾ ഇതിലോട്ട് ആകെ 1/2 കപ്പ് തേങ്ങയാട്ടോ എടുക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ 2 ശർക്കര മതിയാകും. ഇത് നന്നായിട്ട് തന്നെ ഉരുക്കിയെടുക്കാം കേട്ടോ. അപ്പോൾ പെട്ടെന്ന് തന്നെ ഇത് ഉരുകി വരാൻ വേണ്ടിയിട്ട് നമുക്കിത് നന്നായിട്ടൊന്ന് പൊടിച്ചെടുക്കാം കേട്ടോ. അപ്പോൾ ഞാനിത് നന്നായിട്ടൊന്ന് പൊടിച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ പെട്ടെന്ന് തന്നെ ഉരുകി വന്നോളും. പിന്നെ ഇതിൽ നല്ല കല്ലൊക്കെ ഉണ്ടാവും കേട്ടോ. കല്ലുള്ള ശർക്കര ആണെന്നുണ്ടെങ്കിൽ ഇത് നമുക്ക് ആദ്യം നന്നായിട്ട് തന്നെ ഒന്ന് ഉരുക്കിയെടുത്തതിന് ശേഷം ഒരു അരിപ്പയിലോട്ട് ഒഴിച്ചിട്ട് നന്നായിട്ട് തന്നെ ഒന്ന് അരിച്ചെടുക്കുക. അപ്പോൾ ഇത് ഞാൻ നന്നായിട്ടൊന്ന് അരിച്ചെടുക്കുകയാണ്. അപ്പോൾ അരിച്ചെടുത്തതിന് ശേഷം വീണ്ടും നമ്മൾ അതേ പാൻ തന്നെ ചൂടാക്കാനായിട്ട് വെച്ചിട്ടുണ്ട്. എന്നിട്ട് നമുക്ക് ശർക്കര വെള്ളം ഇതിലോട്ട് ഒഴിച്ചെടുക്കാം. ഇനി ഈ ശർക്കര വെള്ളം നന്നായിട്ട് തന്നെ ഒന്ന് കുറുക്കിയെടുക്കണം. ചെറുതായിട്ട് ഇങ്ങനെ നൂൽപ്പരുവായി വരുന്ന ആ ഒരു സമയത്ത് നമുക്കിതിലോട്ട് തേങ്ങ ഇട്ടെടുക്കാം. നല്ലോണം നൂൽപ്പരുവ് ആവേണ്ട ആവശ്യമില്ല. ചെറുതായിട്ട് ഇങ്ങനെ നൂൽപ്പരുവത്തിലായി വന്നാൽ മതി. ഇനി തേങ്ങ ശർക്കര വെള്ളത്തിൽ ആയിട്ട് നന്നായിട്ട് തന്നെ മിക്സാക്കി എടുക്കുക. നന്നായിട്ട് തന്നെ മിക്സാക്കി എടുത്തതിന് ശേഷം നമുക്കിതിലോട്ട് 1 ടേബിൾ സ്പൂൺ എള്ള് ചേർത്ത് കൊടുക്കുക. അപ്പോൾ ആദ്യം നമ്മളിതിലോട്ട് 1 ടേബിൾ സ്പൂൺ വെളുത്ത എള്ള് ചേർത്ത് കൊടുക്കുകയാണ്. പിന്നെ 1 ടേബിൾ സ്പൂൺ കറുത്ത എള്ളും കൂടെ ചേർക്കുക കേട്ടോ. അപ്പോൾ എള്ളൊക്കെ നമുക്ക് നമ്മുടെ കയ്യിലുണ്ടെങ്കിൽ ചേർത്തിയാൽ മതി. അല്ലെങ്കിൽ നമ്മൾ ഈ തേങ്ങ വെച്ചിട്ട് തന്നെ നമുക്കിത് ഉണ്ടാക്കിയെടുക്കാം കേട്ടോ. എല്ലാം കൂടി ചേർത്ത് കൊടുക്കുമ്പോൾ കുറച്ചും കൂടെ ടേസ്റ്റ് ആയിരിക്കും. പിന്നെ നല്ലൊരു ഫ്ലേവറിന് വേണ്ടിയിട്ട് ഏലക്കാപ്പൊടിയും കൂടെ ചേർത്തെടുക്കുക. ഇത് നന്നായിട്ട് ഞാൻ മിക്സാക്കി എടുക്കാം കേട്ടോ. എള്ളൊന്നും ചേർത്ത് കൊടുക്കാതെ തന്നെ ശർക്കരയും തേങ്ങയും വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് നന്നായിട്ട് തന്നെ ഒന്ന് മിക്സാക്കി കുറുക്കിയെടുത്തിട്ട് എടുക്കുകയാണെങ്കിൽ തന്നെ നല്ല അടിപൊളി ടേസ്റ്റ് ആയിരിക്കും കേട്ടോ. നല്ല ടേസ്റ്റ് ആയിട്ടുള്ള കോക്കനട്ട് ബിസ്ക്കറ്റ് നമുക്ക് കിട്ടും. അപ്പോൾ എല്ലാം ഉണ്ടെങ്കിൽ നമുക്കത് ചേർത്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ എൻ്റെ ചെറുപ്പത്തിലൊക്കെ ഇത് നമ്മൾ ചെറിയ കടയിലൊക്കെ ചായക്കടയിലൊക്കെ ചെല്ലുമ്പോൾ ഉണ്ടാവുമല്ലോ നല്ല ഗ്ലാസ് ഭരണിയിലൊക്കെ ഉണ്ടാവും കേട്ടത്. എനിക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു അന്നൊക്കെ. ഇപ്പോഴും ഇഷ്ടം തന്നെയാണ് കേട്ടോ. അപ്പോൾ ആ ഒരു ഓർമ്മയിലായിട്ട് നമ്മൾ ഇത് വീണ്ടും ഉണ്ടാക്കിയെടുത്തത്. ഇപ്പോൾ ഇതുപോലത്തെ ബിസ്ക്കറ്റൊന്നും കാണാറില്ല കേട്ടോ. അപ്പോൾ ഇതിലോട്ട് 1 സ്പൂണ് നെയ്യും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അതേപോലെ നെയ്യും തന്നെ നമ്മുടെ കയ്യിലുണ്ടെങ്കിൽ മാത്രം ചേർത്തിയാൽ മതി, ഇല്ലെങ്കിൽ കുഴപ്പമൊന്നുമില്ല. ഇത് ഇനി നമ്മൾ ഒന്ന് ഷേപ്പാക്കി എടുക്കുന്ന സമയത്ത് കയ്യിലൊന്ന് ഒട്ടിപ്പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. പിന്നെ നല്ലൊരു ഫ്ലേവറും കൂടെ കിട്ടും ചെയ്യും. അപ്പോൾ എനിക്ക് നെയ്യിൻ്റെ ഒരു ഫ്ലേവറൊക്കെ ഭയങ്കര ഇഷ്ടമായിട്ടോ. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ അതും കൂടെ ആയിട്ടാണ് നമ്മൾ ചേർത്ത് കൊടുത്തിട്ടുള്ളത്. നെയ്യ് ഇഷ്ടമില്ലാത്തവരൊന്നും ചേർത്ത് കൊടുക്കണ്ട. നന്നായിട്ട് തന്നെ നമുക്കിത് ഇതിലുള്ള ഒരു ശർക്കരൻ്റെ ആ ഒരു ഇതുണ്ടല്ലോ, നനവൊക്കെ ഒന്ന് വറ്റി വരുന്നവരെ നമുക്ക് നന്നായിട്ട് മിക്സാക്കി എടുക്കുക, ഇളക്കിക്കൊണ്ടിരിക്കുക. അപ്പോൾ ഇത് നന്നായിട്ട് തന്നെ പാനിൽ നിന്ന് വിട്ട് വരുന്ന ആ ഒരു പരുവത്തിലായിട്ടുണ്ട് കേട്ടോ. ഇനി ഇത് നന്നായിട്ട് തന്നെ ഒന്ന് ചൂടാറി വരട്ടെ. അതായത് നന്നായിട്ടല്ല, നമുക്കിത് ഒന്ന് ഷേപ്പാക്കി എടുക്കണം. ചെറിയൊരു ബോൾസാക്കിയിട്ടൊന്ന് ഷേപ്പാക്കി എടുക്കണം. ആ ഒരു പരുവത്തിലാക്കി എടുക്കാൻ പറ്റുന്ന ആ ഒരു തരത്തിലുള്ള ചൂടുണ്ടല്ലോ, നന്നായിട്ട് ചൂടാറി വരണ്ട. അപ്പോൾ നമുക്കത് ഷേപ്പാക്കി എടുക്കാൻ പറ്റില്ല. ചെറിയൊരു ചൂടുണ്ടായിക്കോട്ടെ, നമ്മൾ കൈ പൊള്ളാതിരിക്കാവുന്ന അത്രയുള്ളൊരു ചൂടിൽ നമുക്കത് ബോൾസാക്കി എടുക്കാം. അപ്പോൾ അതുകൊണ്ട് നമ്മൾ പെട്ടെന്ന് തന്നെ ചൂടാറാൻ വേണ്ടിയിട്ട് നമ്മളിത് മറ്റൊരു പാത്രത്തിലോട്ട് മാറ്റിയിട്ടുണ്ട്. ഇനി നമുക്കിത് നമ്മളെ ഓരോരുത്തരുടെ ഇഷ്ടത്തിനനുസരിച്ചുള്ള ഷേപ്പിൽ നമുക്കിത് ആക്കിയെടുക്കാം. ബോൾസ് ആണെങ്കിൽ അങ്ങനെ ആക്കാം, അല്ലെങ്കിൽ നമുക്കിത് ബിസ്ക്കറ്റ് രൂപത്തിൽ പരത്തിയെടുക്കും ചെയ്യാം. അപ്പോൾ ഇതാ ചെറിയൊരു ചൂട് മാറിയിട്ടുണ്ട് കേട്ടോ. നമുക്കിത് പെട്ടെന്ന് തന്നെ
നമുക്കിഷ്ടമുള്ള ഷേപ്പിൽ ഇതാക്കിയെടുക്കാം. അപ്പോൾ നമ്മളിത് ചെറിയ ചെറിയ ബോൾസാക്കി എടുത്തിട്ടുണ്ട്. ഓരോ നെല്ലിക്ക വലിപ്പത്തിലുള്ള ഓരോ ബോൾസാക്കി എടുത്തതിന് ശേഷം നമ്മൾ കൈയിൻ്റെ ഉൾഭാഗത്ത് വെച്ചിട്ട് ചെറുതായിട്ടൊന്ന് പരത്തി കൊടുത്തിട്ടോ. ഒരു ചെറിയൊരു ബിസ്ക്കറ്റ് രൂപത്തിൽ ആക്കിയെടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതുപോലെ സിമ്പിളായിട്ടുള്ള കോക്കനട്ട് ബിസ്ക്കറ്റ് എല്ലാവരും ഒന്ന് തയ്യാറാക്കി നോക്കട്ടെ. നല്ല അടിപൊളിയാട്ടോ, കുട്ടികൾക്കൊക്കെ പ്രത്യേകിച്ച് ഇഷ്ടപ്പെടും. ഇവിടെ നിന്ന് ഞാൻ ഉണ്ടാക്കിയെടുത്തപ്പോഴേക്കും കുട്ടികളൊക്കെ അപ്പം തന്നെ കഴിച്ചിട്ടുണ്ട് കേട്ടോ. എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ട്. നല്ല ക്രിസ്പി ആയിട്ടുള്ളൊരു ബിസ്ക്കറ്റാണ് കേട്ടോ ഇത്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കുക. അപ്പോൾ മറ്റൊരു പുതിയ വിഭവമായിട്ട് വീണ്ടും വരാം. ഓക്കെ, താങ്ക് യു.